അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വ്യാഴാഴ്ച വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. നിലവിലുള്ള സാഹചര്യത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമില്ല എന്നും അമേരിക്കയുടെ സാധാരണ സൈനിക അക്രമങ്ങൾ തന്നെ ഇറാനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപ് വ്യക്തമാക്കിയതനുസരിച്ച് ആണവായുധങ്ങൾ വളരെ അപകടകാരിയാണ്. അവ ഉപയോഗിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. മനുഷ്യജീവിതത്തിനെയും ലോക സമാധാനത്തിനെയും വലിയ ഭീഷണിയാണവ. ആയതിനാൽ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ എന്തിനാണ് ആണവായുധം ഉപയോഗിക്കുന്നത് എന്ന ചോദ്യമുയർത്തിയാണ് ട്രംപ് തന്റെ നിലപാട് വിശദീകരിച്ചത്. അത് ഇല്ലാതെ തന്നെ സാധാരണ ആയുധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ അവരുടെ സൈനിക ശേഷി തകർത്തു കഴിഞ്ഞു. ആയതിനാൽ ആണവായുധം ഉപയോഗിക്കേണ്ട സാഹചര്യമില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതോടൊപ്പം ആരും ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതും അദ്ദേഹം വ്യക്തമാക്കി. ലോക സമാധാനം നിലനിർത്താൻ രാജ്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനുമായി ഒരു കരാറിലേക്ക് എത്തുന്നതിൽ താൻ അതിവേഗം പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനാൽ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു സ്ഥിരമായ കരാർ പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഘർഷം കുറയ്ക്കാൻ വെടിനിർത്തൽ നിലനിന്നിരുന്നു. ഈ സമയത്ത് ഇറാൻ തങ്ങളുടെ സൈനിക ശക്തി വീണ്ടും കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു. എന്നാൽ അത്തരം ശ്രമങ്ങൾ നടന്നാലും അത് വളരെ വേഗത്തിൽ തന്നെ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ട്രംപ് പറഞ്ഞതനുസരിച്ച് ഇറാന്റെ സൈനിക സംവിധാനങ്ങൾക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അവരുടെ നാവികസേനയും വ്യോമസേനയും ശക്തമായി ബാധിക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. കൂടാതെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വലിയ രീതിയിൽ തകർന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഇതിനിടെ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അമേരിക്ക സൈനിക സാന്നിധ്യം ശക്തമാക്കുകയാണ്. US സെൻട്രൽ കമാൻഡിന്റെ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ പുതിയൊരു വിമാനവാഹിനി കപ്പൽ കൂടിയെത്തി. USS ജോർജ് H.W. ബുഷ് എന്ന ഈ കപ്പൽ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളുടെ എണ്ണം 3ആയി. ഇതിനു മുമ്പ് USS എബ്രഹാം ലിങ്കൺ അറബിക്കടലിലും USS ജെറാൾഡ് R. ഫോർഡ് ചെങ്കടലിലും നിലയുറപ്പിച്ചിരുന്നു. ഈ കപ്പലുകൾ എല്ലാം ചേർന്ന് മേഖലയിൽ സുരക്ഷാ സാഹചര്യം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. USS ജോർജ് H.W. ബുഷ് മാർച്ച് അവസാനത്തിലാണ് അമേരിക്കയിലെ വിർജീനിയ സംസ്ഥാനത്തെ നോർഫോക്കിൽ നിന്ന് യാത്ര ആരംഭിച്ചത്. പിന്നീട് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ആഫ്രിക്കൻ തീരങ്ങളിലൂടെ ഒരു വ്യത്യസ്തമായ പാതയിലൂടെ മിഡിൽ ഈസ്റ്റിലെത്തി എത്തിയതാണ്. ഇത് സാധാരണ ഉപയോഗിക്കുന്ന പാതയല്ല എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ഈ പാതയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ട്രംപ് സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ തന്റെ നിലപാട് പങ്കുവച്ചു. ഈ സംഘർഷം അവസാനിപ്പിക്കാൻ താൻ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പോകുന്നില്ല എന്ന വാർത്തകൾ അദ്ദേഹം തള്ളിക്കളഞ്ഞു. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇറാന്റെ സൈനിക ശക്തി ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. അവരുടെ നാവികസേനയ്ക്ക് വലിയ നഷ്ടം സംഭവിച്ചു. പല കപ്പലുകളും നശിക്കപ്പെട്ടതായി അദ്ദേഹം അവകാശപ്പെട്ടു. അതുപോലെ തന്നെ ഇറാന്റെ വ്യോമസേനയും വലിയ രീതിയിൽ തകർന്നുവെന്നാണ് ട്രംപ് പറയുന്നത്. അവരുടെ വിമാനങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും വലിയ നഷ്ടമുണ്ടായി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇപ്പോൾ ശക്തമല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ സുരക്ഷിതമായ നിഴലിലല്ല എന്ന് ട്രംപ് സൂചിപ്പിച്ചു. ഇറാന്റെ നേതാക്കൾക്കും വലിയ സമ്മർദ്ദമാണ് നേരിടേണ്ടി വരുന്നത്. രാജ്യത്തിനുള്ളിലും പുറത്തും സമ്മർദ്ദം കൂടുകയാണ്. സാമ്പത്തിക ഉപരോധങ്ങളും ശക്തമാണ്. ഇതുമൂലം ഇറാന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. അമേരിക്കയുടെ താൽപര്യങ്ങളും അതിന്റെ സഖ്യകക്ഷികളുടെ സുരക്ഷയും ഉറപ്പാക്കുന്ന ഒരു കരാറിലാണ് താൻ ഒപ്പിടുക എന്നതാണ് ട്രംപിന്റെ നിലപാട്. ലോക സമാധാനത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു കരാർ മാത്രമേ അംഗീകരിക്കാനാവൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സംഘർഷം എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് ഇപ്പോൾ വ്യക്തമല്ല. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന നീക്കങ്ങൾ വളരെ നിർണായകമായിരിക്കും. ഒരു ഭാഗത്ത് സൈനിക സമ്മർദ്ദവും മറുവശത്ത് നയതന്ത്ര ചർച്ചകളും തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഈ രണ്ട് വഴികളിലൂടെയാണ് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ലോകത്തിലെ പല രാജ്യങ്ങളും ഈ സംഭവ വികാസങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സംഘർഷം വലിയൊരു മേഖലയിൽ പ്രതിഫലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആണവായുധങ്ങൾ ഉപയോഗിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയതോടെ ഒരു വലിയ ആശങ്ക കുറയുകയാണ്. കാരണം ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ഫലങ്ങൾ അതീവ ഗുരുതരമായിരിക്കും. അതേസമയം സാധാരണ ആയുധങ്ങളിലൂടെ തന്നെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ മനുഷ്യനാശം തുടരാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ സമാധാന ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഏറെക്കാലമായി പ്രശ്നങ്ങളാൽ നിറഞ്ഞതാണ്. പലതവണ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ഓരോ തവണയും നയതന്ത്ര ഇടപെടലുകൾ വഴി പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം കൂടി അതുപോലെ തന്നെയാണ്. ഈ സ്ഥിരമായ ഒരു പരിഹാരം കണ്ടെത്താൻ സമയം വേണ്ടിവരും. പക്ഷേ സമാധാനം ലക്ഷ്യമാക്കി നടത്തുന്ന ശ്രമങ്ങൾ തുടർന്നാൽ ഒരു നല്ല ഫലം ലഭ്യമാകുമെന്ന് പ്രതീക്ഷയുണ്ട്. ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യജീവിതമാണ്. സാധാരണ ജനങ്ങൾക്ക് സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുക എന്നതാണ് എല്ലാ രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ സൈനിക നടപടി മാത്രം പരിഹാരമല്ല. ചർച്ചകളും സഹകരണവും വഴിയാണ് ദീർഘകാല സമാധാനം നേടാൻ കഴിയുക. ഇപ്പോഴത്തെ നീക്കങ്ങൾ എല്ലാം കൂടി നോക്കുമ്പോൾ ലോകം ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ ഘട്ടത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.